നമസ്കാരം. പാകിസ്ഥാനികൾക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ല. 12 കാലം കൂടുതലിട്ടാലും നിവരാത്ത നായയുടെ വാലുകണക്കിന് പാകിസ്ഥാനികൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എങ്കിൽ പിന്നെ അടിവേരു മാന്തി പുറത്തിടുക അല്ലാതെ വേറൊരു രക്ഷയുമില്ല ഇന്ത്യക്ക്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ലോകം മുഴുവൻ കൈയും നീട്ടി മൂക്കും പിടിച്ച് അഭയം ചോദിച്ചും ഇന്ത്യയെ പിടിച്ചു മാറ്റാൻ കാലു പിടിച്ചും ഓടിയതൊക്കെ ഒന്ന് തല ഉയർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനികൾ മറക്കും. അവർ അത് മറന്നു തുടങ്ങിയിടത്ത് ഇന്ത്യയെ ഓർമ്മിപ്പിക്കാൻ സജ്ജമായി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഇന്ത്യ തുടരുകയാണെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നത് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. കഴിഞ്ഞ വർഷം വധിച്ച 31 ഭീകരരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളായിരുന്നുവെന്നും ദ്വിവേദി ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിൽ 100 പാക് സൈനികരെ വധിച്ചതായും അറിയിച്ചു. വാർഷിക കരസേനാ ദിനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. നിലവിൽ കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കാൻ പാക് സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും ഇന്ത്യൻ കരസേനാ മേധാവി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാനോട് ഉച്ചരിച്ച മുന്നറിയിപ്പ് വെറും വാക്കുകളല്ല, അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഏതൊരു വീഴ്ചയും നിർദ്ദയമായി തകർക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയുടെ അതിർത്തികളിലേക്കും ലോകവേദിയിലേക്കും ഒരേ സമയം പോകുന്ന ശക്തമായ സന്ദേശമാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ്. ഭീകരവാദത്തെ സഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, മറയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് ഇനി ഇളവില്ല എന്ന് ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചു എന്ന ശക്തമായ സന്ദേശം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയവും പ്രതിരോധ നയവും കഴിഞ്ഞ വർഷങ്ങളിൽ വ്യക്തമായ ദിശയും ദൃഢതയും കൈവരിച്ചു കഴിഞ്ഞു. സംവാദവും സമാധാനവും ഇന്ത്യയുടെ സ്വഭാവമാണെങ്കിലും ശക്തിയും പ്രതികരണശേഷിയും ഇന്ത്യയുടെ സുരക്ഷാ നയം തന്നെയാണ്. പാകിസ്ഥാൻ വർഷങ്ങളായി തുടരുന്ന ഭീകരവാദ കയറ്റുമതിക്കും അതിർത്തി ലംഘനങ്ങൾക്കും ഇന്ത്യ നൽകിയ മറുപടി ഇപ്പോൾ നയപരമായും സൈനികപരമായും അതീവ കർശനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നതൊരു ഏകദിന നടപടിയല്ല, ഭീകര ശൃംഖലകളെ പൂർണ്ണമായി തകർക്കാനുള്ള ദീർഘകാല പ്രതിജ്ഞയാണ്. പാകിസ്ഥാന്റെ നിഷേധ നയം ലോകം നന്നായി ഇപ്പോൾ തിരിച്ചറിയുന്നു. ഭീകരരുടെ വേരുകൾക്ക് അവിടെ വെള്ളവും വളവുമില്ല എന്ന പൊള്ളയായ അവകാശവാദം. എന്നാൽ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ അവിടുത്തെ താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും തെളിവുകളോടെ പുറത്തുവന്ന ചരിത്രം, ഇതെല്ലാം പാകിസ്ഥാന്റെ കപടത വെളിപ്പെടുത്തുന്നു. ജനറൽ ദ്വിവേദിയുടെ മുന്നറിയിപ്പ് ഇന്ത്യ ഇനി പ്രസ്താവനകളിൽ ഒതുങ്ങില്ല എന്ന ഉറച്ച നിലപാടാണ്. അതിർത്തിയിലെ ഓരോ ഇഞ്ചും, ഓരോ സൈനികനും, ഓരോ പൗരനും ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിനുള്ളിലാണ്. മോദി സർക്കാർ പ്രതിരോധ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഈ ദൃഢതയ്ക്ക് അടിത്തറയാവും. ആധുനിക ആയുധീകരണം, ആഭ്യന്തര പ്രതിരോധ നിർമ്മാണം, ഇന്റലിജൻസ് ഏകോപനം, സംയുക്ത സൈനിക പരിശീലനങ്ങൾ, ഇവയെല്ലാം ഇന്ത്യയെ പ്രതികരണ ശേഷിയുള്ള രാജ്യത്തിൽ നിന്ന് മുൻകൈയെടുക്കുന്ന ശക്തിയാക്കി മാറ്റിക്കഴിഞ്ഞു. സീറോ ടോളറൻസ് ടു ടെററിസം എന്ന നയം വെറും മുദ്രാവാക്യമല്ല, അത് പ്രവൃത്തിയിലൂടെയാണ് ഇന്ത്യ തെളിയിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന പ്രസ്താവന ഭീകര ശൃംഖലകളോട് പറയുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മടിക്കില്ല എന്ന ഒരേ ഒരു കാര്യമാണ്. പാകിസ്ഥാന്റെ അതിർത്തി പ്രകോപനങ്ങൾക്കും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ത്യയുടെ സൈന്യം പൂർണ്ണ സജ്ജമാണ്. ഇത് കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് അത് പ്രതിരോധത്തിന്റെ ന്യായമായ പ്രഖ്യാപനമാണ്. അന്താരാഷ്ട്ര സമൂഹത്തോടും ഇന്ത്യ വ്യക്തമായി പറയുന്നുണ്ട്, ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്ന്. പക്ഷേ തീരുമാനങ്ങളിൽ ഇന്ത്യ സ്വതന്ത്രമാണ് എന്ന്. മനുഷ്യാവകാശങ്ങളുടെയും സമാധാനത്തിന്റെയും പേരിൽ ഭീകരരെ രക്ഷപ്പെടുത്താനുള്ള ഇരട്ടത്താപ്പുകൾക്ക് ഇന്ത്യ വഴങ്ങില്ല. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ശബ്ദം ലോകവേദിയിൽ ശക്തവും വ്യക്തവുമാണ്. ഭീകരവാദം ഏത് രൂപത്തിലായാലും അതിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ അതിന് ഉത്തരവാദികളാണ്. പാകിസ്ഥാൻ ആഭ്യന്തര പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ ഭരണകൂടം പതിവ് പോലെ ഇന്ത്യ വിരോധമുയർത്തി ജനശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷയെ ചൂഷണം ചെയ്ത് ആഭ്യന്തര രാഷ്ട്രീയം കളിക്കാനുള്ള കാലം കഴിഞ്ഞു. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ പാകിസ്ഥാനോട് മാത്രമല്ല, ഭീകരവാദത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഏത് ശക്തിയോടുമുള്ള മുന്നറിയിപ്പാണ്. ഇന്ത്യൻ ജനത ഈ ദൃഢ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. സൈന്യത്തിന്റെ ആത്മവിശ്വാസവും സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒന്നിക്കുന്നിടത്താണ് ദേശീയ സുരക്ഷയുടെ യഥാർത്ഥ ശക്തി രൂപപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന പ്രഖ്യാപനം ഇന്ത്യ സമാധാനത്തിനായി ശ്രമിക്കുമ്പോഴും സുരക്ഷയിൽ ഒരു പടി പോലും പിന്നോട്ട് പോകില്ല എന്ന പ്രതിജ്ഞയാണ്. ഇത് ഇന്ത്യയുടെ സ്വയം രക്ഷയുടെ കഥയാണ്. ധൈര്യത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ കഥ.
മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തോട് പറയുന്നത് സമാധാനം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, പക്ഷേ സുരക്ഷ നമ്മുടെ അവകാശമാണ് എന്ന്. ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഏത് ശ്രമവും അത് എവിടെ നിന്നായാലും ഇന്ത്യ നിർദ്ദയമായി തകർക്കും. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു. അത് പാകിസ്ഥാന്റെ അവസാനം വേരുമറക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും.